സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്തിന് ശേഷം കുട്ടിക്ക് ഉണ്ടാകുന്ന ബ്രെയിൻ ഇഞ്ചുറി കാരണം അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കിട്ടാതെ NICU കടന്ന അല്ലെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി കടന്നിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ MRIയിൽ ചേഞ്ചസ് ഉള്ള കുട്ടികൾക്ക് വരുന്നതാണല്ലോ മെയിനായിട്ടും. ആ ഒരു മോട്ടോർ ഡിഫിക്കൽട്ടി ആണല്ലോ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എത്ര കാലം തെറാപ്പി വേണ്ടി വരും? CP എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത് അതൊരു ഡിസീസ് അല്ല, അതൊരു ജീവിതാവസ്ഥയാണ്, ഒരു കണ്ടീഷനാണ്. അത് ബ്രെയിൻ ഇഞ്ചുറി കാരണം ഒന്നെങ്കിൽ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ട്, ബ്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് അപ്പോൾ പ്രോപ്പറായിട്ട് നടക്കാതെയും, അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് കുട്ടിക്ക് എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി വന്നിട്ടും വരുന്ന ഒരു മോട്ടോർ ഡെവലപ്മെന്റൽ പ്രശ്നമാണ് CP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ CP ഒരിക്കലും ഒരു പ്രോഗ്രസീവ് ഡിസീസ് അല്ല. CP ഓൾറെഡി ഉള്ളൊരു ഇഞ്ചുറിയിൽ വന്ന ഒരു മോട്ടോർ പ്രശ്നം ഉണ്ടാകും. അത് പ്രോഗ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കൂടി വരുന്നില്ല, അത് വേഴ്സ്റ്റ് ആവുന്നില്ല. അത് കാരണം കുറെ ഡിലേസ് ഉണ്ടാവുന്നു. അതായത് ചിലപ്പോൾ തലയുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സ്റ്റിഫ് ബോഡീസ്, സ്പാസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അത് കാരണം കുട്ടീനെ ക്രോളിങ് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ, നിൽക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകുക ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു തെറാപ്പി, ഒരു ലൈഫ് ലോങ് തെറാപ്പി ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അഡാപ്റ്റേഷൻസ്, അതുപോലെ നടക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് നമ്മൾ വീൽ ചെയർ അതായത് ഫുള്ളി ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ വീൽ ചെയർ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം നടക്കും, കുറച്ച് ബാലൻസ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കേഴ്സ് ഉപയോഗിച്ച് നടത്താം, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഫ്രെയിംസ്, അങ്ങനത്തെ പല അഡാപ്റ്റേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളെ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവരാം.